ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചതിന് ശേഷം തീട്ടം കൊണ്ട് ആറാട്ട് നടത്താതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം? ഒരു ഹോട്ടൽ കാണുമ്പോൾ അത് നമുക്കുള്ള പണിയാണോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊന്ന് ഒബ്സർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് രണ്ടാമത് നാളെയും മറ്റന്നാളും എല്ലാം ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം, വിശ്വസിച്ച് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൈ കഴുകാൻ പോകുമ്പം ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ട് അത്രയും ഫോഴ്സ് നല്ല രീതിയിൽ വെള്ളം വരുന്ന ഹോട്ടലാണെങ്കിൽ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കാരണം അവർ വെള്ളം അവർക്ക് ഓൾറെഡി കുഴൽക്കിണറോ അല്ലെങ്കിൽ അതിനനുബന്ധിച്ചുള്ള കിണറോ എന്തെങ്കിലും ആ ഹോട്ടലിൻ്റെ പരിസരത്തുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളത്തിന് പ്രശ്നമില്ല. അല്ലാതുള്ള ഹോട്ടലിൽ ചെല്ലുമ്പം ചില ഹോട്ടലൊക്കെ ചെല്ലുമ്പം നമ്മളില്ല പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിൽ ഒരു കാറ്റും വരും, ചെറിയ തുള്ളി തുള്ളി വെള്ളം വരുന്നു. ഇങ്ങനാണെങ്കിൽ ഉറപ്പിച്ചോളൂ ആ ഒരു വെള്ളം പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മേടിക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ലാഭത്തിനാണല്ലോ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവർ വെള്ളത്തിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്തായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹോട്ടലിൽ വെള്ളം ലിമിറ്റ് ചെയ്യുന്ന ഹോട്ടലിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് കഴിച്ചതിൻ്റെ പാത്രം കഴുകണ്ടേ. അപ്പോൾ ഈ പാത്രം കഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സോപ്പ് ഉപയോഗിക്കത്തില്ല. സോപ്പ് ഉപയോഗിച്ചാൽ വീണ്ടും എക്സ്ട്രാ വെള്ളം കിട്ടും. അപ്പോൾ ഇവർ ചെറിയൊരു ബേസത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ആ പാത്രം ഇങ്ങനെ ഒന്ന് ഇളക്കി വിടത്തേ ഉള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ തുടച്ചിട്ടൊക്കെ ആയിരിക്കും പാത്രം കൊണ്ട് വെക്കുന്നത്. വെള്ളം നനവൊന്നും കാണത്തില്ല, ഫുഡ് കഴിക്കുന്ന പ്ലേറ്റിലൊന്നും വെള്ളം നനവ് കാണത്തില്ല. പക്ഷേ ആ പ്ലേറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് കഴിച്ച ഫുഡിൻ്റെ സ്മെല്ല് ആ പ്ലേറ്റിൽ കാണും. സോപ്പിട്ടവന്മാർ അത് കഴുകാത്തതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണത്. അപ്പം അതുപോലെ തന്നെ വെള്ളം കുറവുള്ള സ്ഥലത്ത് അവർ മറ്റ് കാര്യങ്ങൾ ഇപ്പം അരി കഴുകുന്നായാലും എന്തുമായാലും അത് എല്ലാം അവർ ലിമിറ്റ് ചെയ്യും. കാരണം വെള്ളമില്ല. കാരണം പൈസ കൊടുത്ത് ഇറക്കി വെച്ച വെള്ളം മാമൻ്റെ മക്കളല്ലേ കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വൃത്തി അവിടെ കാണത്തുള്ളൂ. എന്നാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു കൈ കഴുകാൻ കയറുമ്പോൾ തന്നെ ഹോട്ടലിൻ്റെ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് മനസ്സിലാവും ഈ ഹോട്ടൽ ഏത് തരമുള്ള. ഇനി അത് കഴിഞ്ഞിട്ട് ചില ഹോട്ടലിലുണ്ട് ഭയങ്കര വിലക്കുറവായിരിക്കും. ഓക്കെ, പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വിലക്കുറവാണ്. പക്ഷേ നമ്മൾ വിലക്കുറവ് നോക്കുമ്പോഴും ഇപ്പം ശ്രദ്ധിച്ചാൽ മതി, ചില ഹോട്ടലിൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറവായിരിക്കും. കാരണം അവർ വില കുറച്ച് വിൽക്കുന്നതിനനുസരിച്ച് ഇപ്പം കൗണ്ടറിൽ ഇരിക്കുന്ന മുതലാളി തന്നെ ആയിരിക്കും നമുക്ക് ചിലപ്പം ഫുഡ് എടുത്തുകൊണ്ട് തരുന്നത്. കുറച്ച് കഴിയുമ്പം മുതലാളി തന്നെ ആയിരിക്കും ആ ടേബിൾ ക്ലീൻ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ മോന് ഭയങ്കര തിരക്കായിരിക്കും, കൈ കഴുകാൻ പോലും അവസരം കാണത്തില്ല. രാവിലെ ചന്ത കഴുകിയ സമയത്ത് കൈ കഴുകിയതാണ്, പിന്നെ ഇവൻ കൈ കഴുകുന്നില്ല. കാരണം അവന് പറ്റുന്നില്ല, അവന് ജസ്റ്റ് കൊതം ചൊറിയാൻ പോലും ടൈം കിട്ടുന്നില്ല. കാരണം അത്രയും തിരക്കായിരിക്കും. കാരണം വില കുറവ് വേണ്ട ആളുകൾ ഇടിച്ച് കയറുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഹോട്ടലിൽ കയറി കഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പണി കിട്ടും. നമ്മൾ ഇരുന്ന് എറിഞ്ഞ് തൂറേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോഴത്തെ മിക്ക ഹോട്ടലിലും ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുള്ള് ബംഗാളികളെ പിടിച്ചെടുക്കും. ഇവന്മാരാണ് ഓൾറെഡി സൈക്കോ ടീംസുകളാണ്. ഇവന്മാർക്കൊരു വിശ്വാസമുണ്ട്, ഇപ്പോൾ ഇറച്ചിയായാലും മീനായാലും എന്തായാലും വലിയ രീതിയിൽ ഇവന്മാർ കഴുകത്തില്ല. ഇവന്മാർ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യും. പിന്നെ ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാൻപരാഗം ചപ്പിച്ച് നിറയെ മുറുക്കാൻ ചവച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇറച്ചി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുപ്പാൻ സമയം ഇത് ഇറക്കാൻ പറ്റുമോ? ഇവന്മാരെന്ത് ചെയ്യും? വായിൽ നിന്ന് ലീക്ക് ചെയ്ത് വിടുക, അല്ലെങ്കിൽ നിന്ന സ്ഥലത്ത് തുപ്പിയിടുകയും ചെയ്യും. ഈ തുപ്പിയിട്ട സ്ഥലത്തായിരിക്കും പിന്നെ പിറ്റേന്ന് കൊണ്ടുവന്ന് പാത്രം കഴുകാനായിട്ട് വെളിയിൽ കൊണ്ടുവന്ന് തള്ളുന്നത്. അപ്പം പരമാവധി വൃത്തി കുറവാണ്. അപ്പം തദ്ദേശീയരല്ലാത്ത ആളുകളുള്ള ഒരു 2 ആളുകൾ വേണം. അപ്പം തദ്ദേശീയരല്ലെങ്കിൽ ആലോചിച്ചോണം സംതിങ് ഫിഷിങ്. അങ്ങനെ ചില ഹോട്ടലുകൾ ഭയങ്കരമായിട്ട് റേറ്റ് കുറയ്ക്കും ഫുഡ്. അപ്പോൾ അതും നമുക്ക് അത്ര വിശ്വാസം. കാരണം ഇവർ ഉപയോഗിക്കുന്ന എണ്ണയായാലും ശരി, ഇനി കൊണ്ടുവരുന്ന ഫുഡ്, ഇപ്പോൾ ഇറച്ചിയൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ചത്ത കോഴിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചാവാറായി കിടക്കുന്ന കോഴിയൊക്കെ ആയിരിക്കും പറക്കി എടുത്തുകൊണ്ട് വരുന്നത്. ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഇത് അറിയാനും പോലും പറ്റത്തില്ല, ഇത് ചത്തയാണോ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ചില ഹോട്ടലിൽ സ്പേസ് ഭയങ്കര ഇടുങ്ങിയായിരിക്കും. ഇരിക്കുന്ന സ്ഥലത്ത് പോലും സ്പേസ് ഇല്ലെങ്കിൽ ആലോചിച്ചോണം അവന് അടുക്കളയിൽ സ്പേസ് ഇല്ല. അവനെല്ലാം ഒരു സ്ഥലത്ത് കക്കൂസിനകത്തായിരിക്കും പാത്രങ്ങളെല്ലാം വാരി ഇട്ടേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില ബേസിക് കാര്യങ്ങൾ നമുക്കൊരു ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അവൻ ഇൻറ്റീരിയർ വർക്കുകൾ അല്ലെങ്കിൽ അപ്പോൾ കുഷ്യനൊക്കെ ആയിട്ട്, ഇപ്പോൾ സോഫ അല്ലെങ്കിൽ ചെയറൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ അവർക്ക് മാറിയേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫുഡ് പാർട്ടിക്കിൾ വീണ് അല്ലെങ്കിൽ അതിൻ്റെ അഴുക്കുകളല്ല. ഇപ്പോൾ ഇതൊന്നും റെഗുലറായിട്ടൊന്നും മാറ്റാത്ത ഹോട്ടലുകളാണെങ്കിൽ നമ്മൾ ചെന്ന് മറ്റേ ട്രെയിൻ പാളത്തിൽ കൊണ്ട് തല വയ്ക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഏത് ഹോട്ടലിൽ പോയാലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളും കൂടി ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക.